കുറയ്ക്കണം. നമ്മുടെ നാട്ടിലെ മലയാളികളുടെ ഏറ്റവും വലിയൊരു ദോഷം, നമ്മൾ പിക്കിൾസ് ഒരുപാട് കഴിക്കുന്നു, ഉപ്പ് ഒരുപാട് കഴിക്കുന്നവരാണ്. അതുകൊണ്ട് ഉപ്പ് കഴിക്കുന്നുണ്ട് മലയാളികളുടെ ഇടയിലെ പ്രഷറിന്റെ രക്തസമ്മർദ്ദം വളരെ കൂടി വരുന്നു. അതുകൊണ്ട് പിക്കിൾസിന്റെ ഉപയോഗം ഗണ്യമായിട്ട് കുറയ്ക്കണം. മൊബൈൽ ഉപയോഗിക്കുമ്പോൾ ഇത് അടുത്ത കാലത്തൊക്കെ പത്രത്തിൽ വന്നാണ്, ശ്രദ്ധിക്കണം. കഴിയുന്നതും മൊബൈലിന്റെ ഉപയോഗം കുറയ്ക്കണം. സംസാരിക്കുന്ന സമയം കുറയ്ക്കണം. കൂടുതൽ SMS ആക്കണം. ലാൻഡ് ഫോൺ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള പ്രായമുള്ളവർക്ക് വലിയ പ്രശ്നമില്ലെങ്കിലും നിങ്ങൾക്കൊരു 10, 15, 20 കൊല്ലം കഴിയുമ്പോൾ ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾ വരും. തലച്ചോറിന് പ്രശ്നങ്ങൾ വരും, കേൾവിക്ക് തകരാറ് വരും. അതുകൊണ്ട് മൊബൈൽ ഫോണിന്റെ മാക്സിമം കുറയ്ക്കണം. കൂടുതൽ SMS നമുക്ക് നോക്കാവുന്നത് അല്ലെങ്കിൽ സ്പീക്കർ ഫോൺ ഉപയോഗിക്കുക. ചെവിയോട് ചേർത്ത് വെച്ച് സംസാരിക്കുന്നതിന്റെ സമയം പരമാവധി കുറയ്ക്കണം. ഇത് അടുത്ത കാലത്തൊക്കെ പേപ്പർ വരുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ചും കുട്ടികൾ. പിന്നെ നിങ്ങൾക്ക് റോൾ മോഡലുകൾ ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും ആരാണ് ഉണ്ടായിരിക്കേണ്ടത്? പൊളിറ്റീഷ്യൻസ് ആണോ, ടെക്നോക്രാറ്റ്സ് ആണോ, സയന്റിസ്റ്റ് ആണോ, അഡ്മിനിസ്ട്രേറ്റർ ആണോ എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. ഇതാണ് ഞാൻ പറഞ്ഞ KJ മാത്യു, അടുത്ത കാലത്ത് അന്തരിച്ച KJ മാത്യു, ചീഫ് സെക്രട്ടറി. ഇത് മറ്റൊരു നമ്മുടെ അടുത്ത പ്രദേശത്തുള്ള ഒരു കായിക താരം. ഇത് ഈയിടെ മണിവലുണ്ടായിരുന്ന അരുൺ, നാസായി ജോലി കിട്ടിയ അരുൺ. ഇത് എന്റെ പ്രദേശത്തുള്ള 2 കൊച്ചുകുട്ടികളാണ്. ഇവരെ കൊച്ചുകുട്ടികളെ അന്റാർട്ടിക്കയിൽ പോയതാണ്, സുരഭി ആൻഡ് ഋഷി. അവരുടെ യാത്രാ വിവരണമുണ്ട്, പെൻഗ്വിൻ ബുക്സ് പബ്ലിഷ് ചെയ്തതാണ്. ഇത് അടുത്ത കാലത്ത് കണ്ട അന്ധനായ ഒരു വിദ്യാർത്ഥിയാണ്. 2 കണ്ണിലും കാഴ്ച നഷ്ടപ്പെട്ടു പോയി. അദ്ദേഹത്തിന് പ്രസിഡന്റ് നേരിട്ട് അദ്ദേഹത്തിന് ഈയിടെ സമ്മാനങ്ങൾ കൊടുത്ത വ്യക്തി. എന്തെല്ലാം നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ഉയർന്നു വരാമെന്നുള്ളതിന്റെ വലുതാണ്. ഇത് കാനക്കാര് 2 കുട്ടികളാണ്. ഇവരാണ് അന്റാർട്ടിക്കയിൽ പോയത്. ഇത് അവരുടെ അച്ഛന്, അമ്മ. ഇത് ഇപ്പൊ കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സംഗതി, ഒന്ന്, നമ്മുടെ മലയാളികൾക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടെങ്കിലും ഒരുപാട് അറിവുകൾ ഉണ്ടെങ്കിലും നമ്മൾ ഇന്റർനാഷണൽ രംഗത്ത് ചെല്ലുമ്പോൾ, ഗ്ലോബലായിട്ട് ചെല്ലുമ്പോൾ, ഞാനിത് പറയാൻ കാരണം എന്റെ മക്കളെ, കൊച്ചുമക്കളൊക്കെ ഇന്ത്യക്ക് വെളിയിലാണ്, ഇംഗ്ലണ്ടിലാണ്. നമ്മൾ ലോകത്തെ എമ്പാടുമുള്ള നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികളുമായിട്ട് നിങ്ങളെ താരതമ്യപ്പെടുത്തിയാൽ നിങ്ങൾക്കുള്ള അറിവ് വളരെ കൂടുതലാണ്, യാതൊരു സംശയമില്ല. ഇവിടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കുള്ള അറിവ് ഇംഗ്ലണ്ടിലുള്ള ഒരു കുട്ടിക്കില്ല. പക്ഷെ നമ്മൾ പിന്തള്ളപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കില്ലില്ല. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കാനുള്ള കഴിവില്ല. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഭാവിയിലെ ഇന്റർനാഷണൽ രംഗത്തെ, അന്തർദേശീയ തലത്തില് നിങ്ങൾക്ക് ഉന്നത നിലയിൽ പോകണമെങ്കിൽ നിങ്ങൾ ഈ കാലഘട്ടത്തിൽ ശ്രമിക്കേണ്ടത് നിങ്ങളുടെ ഇംഗ്ലീഷിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്യാന്നുള്ള. ഇപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ മറ്റു കൂട്ടുകാർക്ക്, മറ്റു വ്യക്തികൾക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുത്ത് ശീലിപ്പിക്കണം. ഇപ്പോഴൊക്കെ നമ്മളെ ജോലിയിലൊക്കെ കിട്ടുന്നത് പഴയ കാലത്തെ പോലെ ടെസ്റ്റോ ഇന്റർവ്യൂ ഒന്നുമല്ല. നിങ്ങൾ ഒരു 10, 15 പേരെ ഒന്നിച്ചിരുത്തിയിട്ട് അവരെ എന്തെങ്കിലും ഒരു വിഷയം കൊടുത്തിട്ട് ഡിസ്കസ് ചെയ്യാനൊക്കെ പറയും. അപ്പൊ അങ്ങനെ ആ ഡിസ്കസ് ചെയ്യുന്നതിൽ അവരുടെ സ്കില്ല് നോക്കിയിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്, ഇംഗ്ലീഷിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽ. പിന്നെ കുറച്ചുകൂടെ നിങ്ങൾക്ക് രക്ഷപ്പെട്ടു പോകാൻ മറ്റൊരു ഭാഷ കൂടി ഇപ്പോഴേ പഠിച്ചു തുടങ്ങുന്നതാണ് നല്ലത്. ഏത് ഭാഷയാണ്? മറ്റൊരു ഭാഷ പഠിക്കാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ലോകത്തിലെ ഒരുപാട് ഉയർന്ന തലത്തിൽ പോകാൻ സാധിക്കും. ആ ഭാഷയാണ് മന്ദാരിൻ. ഏതാ മന്ദാരിൻ? ഈയിടെ MG യൂണിവേഴ്സിറ്റിയിൽ തുടങ്ങിക്കഴിഞ്ഞു മന്ദാരിൻ. 2 ദിവസം മുമ്പ് പത്രത്തിൽ വാർത്തയുണ്ട്. അതിപ്പോ ഒരു വലിയ സെമിനാർ നടത്തുകയാണ്. 2012 നോബൽ സമ്മാനം, സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയത് ആർക്കാണ്? 2012 ലിറ്ററേച്ചറിനുള്ള നോബൽ സമ്മാനം ഏത് ഭാഷയിലുള്ള ആൾക്കാണ് കിട്ടുന്നത്? ചൈനീസ് ഭാഷ. നിങ്ങൾക്ക് ഉയർന്നു വരണമെങ്കിൽ നിങ്ങൾ ശ്രമിക്കേണ്ടത് ചൈനീസ് ഭാഷ പഠിക്കുക എന്നുള്ളതാണ്. ചൈനീസ് ഭാഷ. അവർ ചിൽഡ്രൻ മേ സൂൺ സ്റ്റാർട്ട് സ്പീക്കിംഗ് ചൈനീസ് ആസ് വെൽ. ഇപ്പൊ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ആളുകളെ ചൈനീസ് ഭാഷ പഠിച്ചു തുടങ്ങി. നിങ്ങളുടെ MG യൂണിവേഴ്സിറ്റിയിലും അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നെറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഘുവായ രീതിയിൽ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങാം. തീർച്ചയായിട്ടും ചൈനീസ് ഭാഷ കൈകാര്യം ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഭാവിയിൽ വൻ നേട്ടമുണ്ടാകും. അതിനുള്ള ശ്രമം ഇപ്പോഴാണ് തുടങ്ങുന്നത്. ഇതാണ് നോബൽ സമ്മാനം കിട്ടിയ മോ യാൻ. ചൈനീസ് ഭാഷ. ചൈനീസ് ഭാഷയ്ക്ക് നോബൽ സമ്മാനം കൊടുക്കാൻ തന്നെ കാരണം അതാണ്. ചൈനീസ് ഭാഷയുടെ
കൂടുതൽ പ്രചാരം, അതിന്റെ പ്രാധാന്യമൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ചൈനീസ് ഭാഷയ്ക്ക് കൊടുക്കാൻ ചെയ്തത്. അപ്പൊ നിങ്ങൾ ലേൺ ടു സ്പീക്ക് ഇംഗ്ലീഷ് വെൽ. ഒന്ന്, ഹിന്ദു പേപ്പർ ദിവസം വായിക്കണം, BBC ന്യൂസ് കേട്ടിരിക്കണം, ഷാലോം TV അതിൽ ഇപ്പോഴുണ്ടോന്ന് അറിഞ്ഞൂടാ, ബി പോസിറ്റീവ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ പരിപാടി കാണണം. ഇപ്പോഴുണ്ടെങ്കിൽ ആനിമൽ പ്ലാനറ്റ്, ഡിസ്കവറി അതുപോലുള്ള ചാനലുകൾ കാണണം. TV കാണാതിരിക്കുകയല്ല വേണ്ടത്. TV ഏത് ചാനലുകൾ കാണണമെന്ന് മനസ്സിലാക്കി നമ്മൾ ആ ചാനലുകളിലെ പ്രധാനപ്പെട്ട പരിപാടികൾ കാണണം. ഡിസ്കവറി ചാനൽ കാണണം, ആനിമൽ പ്ലാനറ്റ് കാണണം. തീർച്ചയായിട്ടും ഒരു ഡയറി സൂക്ഷിക്കണം. ബയോഗ്രഫികളൊക്കെ വായിക്കണം. വിച്ച് പ്രൊഫഷൻ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം. ഞങ്ങളുടെ കാലത്തൊക്കെ ഞങ്ങൾ SLC പഠിക്കുമ്പോൾ ആ കൂടി നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്നത് ഒന്ന് TTCക്ക് പോകാം, അല്ലെങ്കിൽ ഡിഗ്രിക്ക് പോകാം, അല്ലെങ്കിൽ ടൈപ്പ് റൈറ്റിംഗും ഷോർട്ട് ഹാൻഡും പഠിക്കാം. ഈ 3 ഓപ്ഷനേ ഉള്ളായിരുന്നു. ഇപ്പൊ നിങ്ങളുടെ ഈ കാലഘട്ടത്തില് 100 കണക്കിന്, 1000 കണക്കിന്, 10,000 കണക്കിന് തൊഴിലവസരങ്ങളാണ്. അപ്പൊ നിങ്ങൾ പറ്റിയ തൊഴിലുകൾ നിങ്ങൾ ഇപ്പോഴേ കണ്ടെത്തണം. തൊഴിലുകൾ കണ്ടെത്തുമ്പോൾ തൊഴിലുകളെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. ഒന്ന്, സൺസെറ്റ് പ്രൊഫഷൻ, അസ്തമന സൂര്യനെ പോലെയുള്ള തൊഴിലുകൾ. രണ്ടാമത്, എവർ ഷൈനിങ് പ്രൊഫഷൻ, എക്കാലവും ഉജ്ജ്വലിച്ച് നിൽക്കുന്ന പ്രൊഫഷൻ. മൂന്നാമത്തെ, സൺറൈസ് പ്രൊഫഷൻ, ഉദയസൂര്യനെ പോലുള്ള. മനസ്സിലായോ? ചില തൊഴിലുകൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ നമ്മുടെ ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡ് പഠിച്ചിട്ട് കാര്യമില്ല. ഇനി ഒരിക്കലും നമുക്ക് തൊഴിലവസരം കിട്ടത്തില്ല. അപ്പൊ അങ്ങനെയുള്ള തൊഴിലുകളെ നമ്മൾ തിരഞ്ഞെടുക്കരുത്. എവർ ഷൈനിങ് പ്രൊഫഷൻസ് എന്ന് പറയുന്ന ഒന്ന്, മെഡിക്കൽ പ്രൊഫഷൻ. രോഗം മനുഷ്യരാശി എത്ര കാലമുണ്ടോ അത്രയും കാലവും മെഡിക്കൽ പ്രൊഫഷന് പ്രാധാന്യം വരും. അതുകൊണ്ട് മെഡിക്കൽ പ്രൊഫഷന്, പാരാമെഡിക്കൽ പ്രൊഫഷന്, ആർക്കിടെക്ട് അതുപോലുള്ള തൊഴിലുകൾക്ക് എക്കാലവും ആവശ്യം വരും. എഞ്ചിനീയറിംഗ് പ്രൊഫഷൻ, അത് തന്നെ ചില പ്രത്യേക പ്രൊഫഷൻ, ഇതിനൊക്കെ എക്കാലവും നമുക്ക് പ്രാധാന്യം വരും. അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾ എവർ ഷൈനിങ് പ്രൊഫഷന് പോകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാവുന്നത് സൺറൈസ് പ്രൊഫഷനാണ്. സൺറൈസ് പ്രൊഫഷൻ, ഉദയസൂര്യനെ പോലെ വരുന്ന പ്രൊഫഷൻ. അത് 3 T ആണ്. 3 T ഏതൊക്കെയാണ്? 3 T സൺറൈസ് പ്രൊഫഷൻസ്. 3 T, IT, BT, മൂന്നാമത്തെ T. എന്തെല്ലാം പ്രൊഫഷൻ ഉണ്ടെന്നൊക്കെ അറിയണം. അല്ലെ ഇപ്പൊ എങ്ങനെയാ നിങ്ങൾ ഉയർന്നു പോകുന്നത്? എങ്ങനെയാ ഇങ്ങനെ പഠിച്ച് ഇതൊക്കെ പോയാൽ മതിയോ? NT, നാനോ ടെക്നോളജി. താല്പര്യമുള്ള